ഹായ് ഹലോ, എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ. ഞാൻ അത്ര സേഫൊന്നുമല്ല. പനിയും ജലദോഷമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ. മഴയാണല്ലോ, അപ്പോൾ ഒരു പനി നിർബന്ധമാണല്ലേ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ അടുത്തൊരു ഗവൺമെൻറ് ആശുപത്രി ഉണ്ട് കേട്ടോ, കുമ്മിളിയിൽ തന്നെ. അപ്പോൾ അവിടെ ഒന്ന് പോയി ഡോക്ടറെ ഒന്ന് കാണിച്ചേക്കാം. കാരണം കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് അവന് ഫീഡൊക്കെ ചെയ്യുന്നത് കൊണ്ടും മൊത്തം എല്ലാവർക്കും ഒരു പനിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളവിടെ ഗവൺമെൻറ് ആശുപത്രി വന്നതാണേ. അപ്പോൾ ഇവനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഫോണൊക്കെ കൊടുത്ത് അടുത്തിരുത്തിയേക്കുവാണേ. കാരണം ഇല്ലേൽ പുള്ളിയുടെ ഇഷ്ടത്തിന് അങ്ങനെ പോകും. അപ്പോൾ കുറേ നേരം കഴിഞ്ഞപ്പോൾ അവനും ബോറടിച്ചു. അപ്പോൾ ഇതാണ് കേട്ടോ കുമ്മിളിയിലെ ഞങ്ങളുടെ PHC അല്ല കേട്ടോ, FHC ആണേ. അങ്ങനെ ടോക്കൺ നമ്പർ 217 ആയിരുന്നു കേട്ടോ. കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുഞ്ഞപ്പനെ ജസ്റ്റ് ഒന്ന് ഈ പിടിച്ചിരുത്താൻ വേണ്ടി കുറച്ച് നേരമൊക്കെ പാട്ടൊക്കെ കേൾപ്പിച്ചു. പിന്നെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി മടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പുറത്തിറങ്ങി നടക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ അവിടെ ഒരു ചെറിയ കോലുമുട്ടായി ആരോ കഴിച്ചിട്ട് വീണിട്ടുണ്ടായിരുന്നു. പുള്ളിക്ക് കോലുമുട്ടായി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് എടുക്കാൻ വേണ്ടി കുറേ നേരം വഴക്കുണ്ടാക്കി, അവനറിയില്ലല്ലോ. അങ്ങനെ ഏകദേശം ഡോക്ടറെ കാണാൻ ടൈമായി കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ BP നോക്കാൻ ECG ഒക്കെ നോക്കാൻ വേണ്ടി എഴുതി തന്നു. അതൊക്കെ നോക്കി കാര്യങ്ങളൊക്കെ സംസാരിച്ചു. മരുന്നൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവാണേ. അപ്പോൾ ഈ ബാക്ക് സൈഡിലായിട്ടാണ് കേട്ടോ ഇവിടെ ഫാർമസി ഉള്ളത്. തിരക്കില്ലായിരുന്നു. അപ്പോഴത്തേക്കും മേടിച്ചും പറഞ്ഞു മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും കുഞ്ഞപ്പനും കൂടെ അവിടെ ഇരുന്നു. മാസ്ക് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവന് ഭയങ്കര മാസ്ക് വെച്ചപ്പോൾ അവന് വലിച്ചു പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബഹളം. എൻ്റെ മുഖത്തുനിന്ന് മാസ്ക് എടുത്ത് മാറ്റാനുള്ള തത്രപ്പാടാട്ടോ. പിന്നെ അവിടെ നിർബന്ധമായിട്ട് മാസ്ക് വേണം കേട്ടോ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പം. ഒരു ഫ്ലൈങ് കിസ് കൊടുക്കാമോ? കുറേ നേരം അവനെ പിടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ശരിക്കും മടുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ അവൻ നേരെ മെഡിസിൻ എടുത്തു പോയിട്ടോ. അപ്പോൾ അവിടുന്ന് മരുന്ന് മേടിക്കുന്ന സിസ്റ്റർമാരുടെ അടുത്തുനിന്ന് എനിക്കുള്ള മരുന്ന് താന്ന് പറയുമായിരുന്നു അവന്. അവിടുന്ന് കിൻഡൽ കണക്കിന് എനിക്ക് തോന്നുന്നു ഹോസ്പിറ്റലിൽ എല്ലാ മരുന്നും എനിക്ക് തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇഷ്ടമാതിരി മരുന്നും മേടിച്ച് തിരിച്ച് വീട്ടിലോട്ട് യാത്ര ആയിട്ടോ. പോകുന്ന വഴിക്ക് എന്നാൽ 3 പേരും കൂടെ കൂട്ടി ഒരു സെൽഫി പോലെ എടുത്തേക്കാമെന്ന് വിചാരിച്ചപ്പം എനിക്ക് നല്ല ഹൈറ്റ് കുറവാട്ടോ. അപ്പം മേടിച്ച് എന്നെ കളിയാക്കുമായിരുന്നു, എനിക്ക് നേരെ ഒന്നും വീഡിയോ പോലും എടുക്കാൻ അറിയത്തില്ലെന്ന് പറഞ്ഞ്. എന്നാലും നമ്മുടെ രീതിയിലൊക്കെ നമ്മൾ എടുത്തു. അപ്പോൾ ഞങ്ങളുടെ കൂടെ മാളും ഉണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് അവൾ പോയിട്ട് കറക്റ്റ് സമയമായപ്പോൾ അവൾ തിരിച്ചു വന്നു. അപ്പം നമ്മൾ ഒരുമിച്ചാട്ടോ വന്നത്. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ആശുപത്രി കയറിയും കുറച്ച് പുറത്തോടെ നടന്നും ഇങ്ങനെ കഴിഞ്ഞു പോയി. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ ബൈ ബൈ. ഓക്കെ.